ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെയും എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് വളരെ വ്യക്തമായിട്ട് എൻ്റെ ബുദ്ധിമുട്ടുകൾ ഓരോന്നോരോന്നായിട്ട് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നു, എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും എൻ്റെ ലൈഫിൽ ഇത്രയും സ്ട്രഗിൾസ് ഞാൻ അനുഭവിക്കാൻ ഇടയായിട്ടുള്ളത്, അല്ലെങ്കിൽ അതാണ് ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് എന്ന രീതിയിലേക്ക് കൺക്ലൂഡ് ചെയ്ത് എത്തുന്ന ഒരുപാട് പേരുണ്ട് ഈ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോസ് കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഇങ്ങനെയാണ്, എൻ്റെ മരുമോക്ക് ഇങ്ങനെയാണ്, എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരിൽ ഒരാൾക്ക് ഇങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബോസിന് ഇത്തരത്തിലുള്ള ഒരു സ്വഭാവമാണ്, എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് എന്ന് പറയുന്നവർ. അപ്പോൾ ഇത്തരത്തില് നമ്മൾ തന്നെ ഒരു സ്വയം ഒരു അസസ്മെന്റിലേക്ക് നമ്മൾ കൺക്ലൂഡ് ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാളോട് സംസാരിക്കുക, അത് തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ്. കാരണം പലപ്പോഴും നമ്മൾ ബയാസ്ഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളാണ് അവിടെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇമോഷണലി ആണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ പലപ്പോഴും അതിനെ നോക്കിക്കാണുന്നത്. ഇത് പറയാനുള്ള കാരണം പലപ്പോഴും പേഴ്സണാലിറ്റി ഡിസോർഡറുകളൊക്കെ തന്നെയും ഇപ്പോൾ NPD എന്ന് പറയുമ്പോൾ ഒരാൾക്ക് NPDയുടെ അതേ ലക്ഷണങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, മറ്റു പല ഡിസോർഡറിൻ്റെയും കൂടി ലക്ഷണങ്ങൾ അതിലേക്ക് കമ്പൈൻ ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ ക്ലസ്റ്റർ ബിയിൽ വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അപ്പോൾ ഇതിൽ തന്നെയുള്ളതാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി, ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി തുടങ്ങിയ മറ്റ് ഡിസോർഡറുകൾ. അപ്പോൾ ഇതിനെല്ലാം തന്നെയും കോമൺ ആയിട്ടുള്ള ചില സിംറ്റംസ് ഉണ്ട്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ലക്ഷണം തന്നെയാണ് ഇവർ കാണിക്കുന്നത്, അതുകൊണ്ട് ഈ ഒരു ഡിസോർഡർ തന്നെയാണ് ഇവർക്കുള്ളത്, നമുക്ക് ഒരിക്കലും ഒരു തെറാപ്പിസ്റ്റിന്റെ അസസ്മെന്റ് കഴിയാതെ നമുക്ക് പറയാൻ സാധിക്കില്ല എന്നതാണ്. ഇത്തരത്തിൽ ക്ലസ്റ്റർ ബിയിലുള്ളവർക്കെല്ലാം തന്നെയും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ വരും. തീർച്ചയായിട്ടും അവരുടെ ഇമോഷൻസ് അവർക്ക് റെഗുലേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അവരുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെയും ക്ലസ്റ്റർ ബിയിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ഒരാളുടെ പല ലക്ഷണങ്ങളും നമുക്ക് NPD ഉള്ള ഒരാളുടെ ലക്ഷണങ്ങളുമായിട്ട് മാച്ച് ആവുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു തെറാപ്പിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ ഒക്കെ ഒപ്പീനിയൻ എടുക്കുന്നത്, കൺസൾട്ടേഷൻ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അവരെന്താണ് എന്ന് അറിയുന്നതിനപ്പുറത്തേക്ക് അവരുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നതറിയാൻ വേണ്ടിയിട്ട്.